ഹലോ കുട്ടികളെ, ചന്ദ്രൂസ് ഡയറിയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമുക്ക് നാടൻ സ്റ്റൈലിൽ ഒരു മത്തിപ്പുളി ഉണ്ടാക്കുക എങ്ങനെ നോക്കാം കേട്ടോ. നാടൻ സ്റ്റൈലിൽ ഒരു മത്തിപ്പുളിയാണ് ഉണ്ടാക്കുന്നത്. തേങ്ങ വറുത്തരച്ചൊരു മത്തിപ്പുളി കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ: വാളൻപുളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, തക്കാളി, പിന്നെ ഒരു മുറി തേങ്ങ കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ മത്തിപ്പുളി ഉണ്ടാക്കാനായിട്ട് ചേർക്കുന്നത്. വറുത്തരച്ചാണ് നമ്മൾ ഈ മത്തിപ്പുളി ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ട് അതിനു വേണ്ടി ചട്ടി അടുപ്പത്ത് വയ്ക്കാം. പാകത്തിന് പുളിവെള്ളം പിഴിഞ്ഞൊഴിക്കാം. നമുക്ക് എത്രയാണോ ചാറ് വേണ്ടത് അതനുസരിച്ചിട്ട് പുളിവെള്ളം പിഴിഞ്ഞൊഴിക്കാം. കുറുകിയ ചാറാണ് എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ, നല്ല ടേസ്റ്റ് ആണ്. ഇവിടെ കുറച്ച് ചാറോട് കൂടിയിട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അതിലോട്ട് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി ചതച്ച് ചേർക്കാം. വെളുത്തുള്ളി പിന്നെന്താ പച്ചമുളകാണ് കേട്ടോ, പച്ചമുളക് ചേർക്കാം. പിന്നെ അരിഞ്ഞു വെച്ച് തക്കാളി ഇത്രയും ചേർക്കാം. പിന്നെ പാകത്തിന് ഉപ്പിടാം. ഉപ്പാണ് ഞാൻ ഇട്ടിരുന്നത്, അതിപ്പോ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോ അതൊന്ന് ഡിലീറ്റ് ആയി പോയതാണ്. ഈ സമയം ഉപ്പ് ചേർക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി കേട്ടോ, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് തിളയ്ക്കാൻ വെക്കാം കേട്ടോ. ആ നേരം കൊണ്ട് നമ്മൾ അതിലോട്ട് ഉള്ള അരപ്പ് റെഡിയാക്കാം കേട്ടോ. നമ്മൾ തേങ്ങ അരച്ചിട്ടല്ലേ വെക്കുന്നത്, അപ്പൊ ആ അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ചട്ടി അടുപ്പത്ത് വെക്കാം. എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായ ശേഷം ഒരു 1/4 ടീസ്പൂൺ ഉലുവ കേട്ടോ, മുഴുവനായിട്ടുള്ള ഉലുവയാണ് ചേർക്കുന്നത്. ഉലുവ ചേർക്കാം. ഉലുവ ഒന്ന് പൊട്ടി വരുന്ന സമയം കൊണ്ട് നാളികേരം ചേർക്കാം. നാളികേരം നന്നായിട്ട് ചുവക്കനെ വറക്കണം കേട്ടോ. നല്ല ബ്രൗൺ നിറമാവുന്നത് വരേക്കും വറക്കണം കേട്ടോ, കരിഞ്ഞു പോവരുത്. നന്നായി വറന്ന് വരുന്ന സമയം കൊണ്ട് അതിലോട്ട് നമുക്ക് മാറ്റിവെച്ച മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കാം. നന്നായി ചോക്കിനെ വറുത്തിട്ട് വേണം കേട്ടോ പൊടികൾ ആഡ് ചെയ്യാനായിട്ട്. മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് വറക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരേക്കും വറക്കാം. ഒരുപാട് വറുത്ത് കരിച്ച് കളയരുത് കേട്ടോ. നന്നായി വറന്ന് വരുന്ന സമയം കൊണ്ട് പുളിവെള്ളം എല്ലാ സമയം കൊണ്ട് നമുക്ക് തിളച്ച് പാകമായിട്ടുണ്ടാവും. തക്കാളിയും പച്ചമുളകും എല്ലാം വെന്ത് വന്നിട്ടുണ്ടാവും. കുറച്ച് ചാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് തിക്കായിട്ടാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ, അത് അതിനേക്കാളും നല്ല ടേസ്റ്റ് ആട്ടോ. ഇവിടെ ചാറ് വേണം എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ ചാറ് ഉണ്ടാക്കുന്നത്. പൊടികൾ ഏകദേശം ആയിട്ടുണ്ട്, നന്നായിട്ട് ബ്രൗൺ നിറം ആയിട്ടുണ്ട്. നമുക്കതൊന്ന് മിക്സർ ജാറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപേണ അരച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് അരയ്ക്കണം. ലാസ്റ്റ് ആട്ടോ നമ്മള് മത്തി ചേർക്കണത്. ഈ പുളിവെള്ളം ഈ തേങ്ങാരപ്പെല്ലാം നന്നായിട്ട് വെന്ത് വന്ന ശേഷം ലാസ്റ്റ് ആട്ടോ നമ്മൾ മത്തി ചേർക്കണത്. മിക്സർ ജാറിൽ നമുക്ക് തേങ്ങാരപ്പ് ഇട്ടിട്ട് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് 2-3 തവണ ക്രഷ് ചെയ്യുമ്പോൾ അതൊന്ന് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ അരയാൻ എളുപ്പമാണ് കേട്ടോ. പൊടിച്ച ശേഷം നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. നന്നായി അരച്ചെടുത്ത ശേഷം വെന്ത് വന്ന പുളിവെള്ളത്തിലേക്ക് നമുക്കത് ചേർക്കാം. നന്നായിട്ട് നമുക്ക് പാകത്തിന് വെള്ളം, ഈ സമയം ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഉപ്പെല്ലാം ചേർക്കാം. എരിവ് കുറവുണ്ടെങ്കിൽ 2 പച്ചമുളക് ആഡ് ചെയ്യാം കേട്ടോ. എക്സ്ട്രാ വേണമെന്നുള്ള ആൾക്കാർക്ക്, എരിവ് വേണമെന്നുള്ള ആൾക്കാർക്ക് പച്ചമുളക് ആഡ് ചെയ്യാം. തേങ്ങാരപ്പ് അതിലോട്ട് നമുക്ക് ചേർത്തിട്ട് നന്നായിട്ട് തിളച്ച് ഒന്ന് നന്നായിട്ട് കുറുകാനുണ്ട്. ശേഷം നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ച മത്തി, ഞാൻ അതിനെ 2 കഷ്ണമാക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവർക്കും മത്തി ഓരോന്നും അങ്ങനെ ഇഷ്ടമല്ല, അപ്പൊ 2 കഷ്ണമാക്കിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. വളരെ കുഞ്ഞിതാണെങ്കിൽ മാത്രമേ ഞാൻ മുഴുവനായിട്ട് ചേർക്കാറുള്ളൂ. കുറച്ച് വലുതാണെങ്കിൽ നമ്മൾ 2 കഷ്ണം ആക്കും. നന്നായിട്ട് തിളച്ച് വരട്ടെ. നന്നായി തിളച്ച്, മത്തിക്ക് അത് വേവില്ല, ഒന്ന് വേവുന്നത് വരയ്ക്ക് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് തിളച്ചാൽ മതി കേട്ടോ. ആ സമയം കൊണ്ട് നമ്മൾ അതിലോട്ടൊരു വറവിടാനുണ്ട്. ചട്ടിയെടുപ്പത്ത് വെക്കാം. കടുക് ചേർക്കാറില്ല ഞാനിവിടെ. ഉലുവയും ചെറിയ ഉള്ളിയും മാത്രം കേട്ടോ മൂപ്പിച്ച് ചേർക്കാറുള്ളൂ. കടുക് ഇവിടെ മീൻ കറിക്ക് ചേർക്കാറില്ല. ഉള്ളി നന്നായിട്ട്, ചെറിയ ഉള്ളിയാണ് ചേർക്കണത്. ഉള്ളി ചേർത്ത് നന്നായിട്ട് മുരിച്ചെടുക്കാം. ബ്രൗൺ നിറമാകുന്നത് വരയ്ക്ക് വഴറ്റി കൊടുക്കാം. നല്ലൊരു മീൻകറിയാണ്, നാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു മീൻകറിയാണ്. കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നല്ല ടേസ്റ്റാണ് മീൻകറിക്ക്. 2 ദിവസം നമുക്ക് ഉപയോഗിക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഇന്ന് വെച്ച നാളേക്ക് നന്നായിരിക്കും കേട്ടോ. ഒരു പ്രത്യേക രുചിയാണ്. ഉണ്ടാക്കി നോക്കാത്ത ആൾക്കാരൊന്നും ഉണ്ടാക്കി നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടാറ്റ ബൈ ബൈ, സീ യു. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ കേട്ടോ.